നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലെ സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാനുള്ളത് കോവളത്താണ് കേട്ടോ. കോവളം ബീച്ച് കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ച് കാണാനായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സൈഡ് കടലിൻ്റെ കാഴ്ചകളാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ഇതൊക്കെ കണ്ടിങ്ങനെ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പയ്യെ നടന്നു പോവാം. ഇപ്പം ഞാൻ നല്ല ഉച്ച സമയത്താണ് ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ ഇത് ദുവാക്കാണ് സ്ഥലം കണ്ടോ, അവിടെ വരെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് കഴിഞ്ഞിട്ട് പയ്യെ നടക്കുകയാണ്. ദുവാ സൈഡിലായിട്ടാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ നടന്ന് ഏകദേശം എന്താ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ ആ സൈഡിൽ എന്തോ ഒരു ലൈറ്റ് ഹൗസിനൊക്കെ എന്തോ സംഭവം കണ്ടോ, എന്താണെന്ന് അറിയാൻ വയ്യ കേട്ടോ. അങ്ങോട്ട് പോയാലോ അറിയത്തില്ല എന്താണെന്നുള്ളത്. അപ്പോൾ നടന്നത് ഏകദേശം ഇവിടെ നിന്ന് എത്തി കേട്ടോ. ഇത് ആ ഒരു സൈഡിൽ ഒരുപാട് പഴയ വള്ളങ്ങളോടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ഇവിടെയും കുറച്ച് വള്ളങ്ങളൊക്കെ ഇതാ ഇവിടെയും ഒഴുകിയിട്ടിരിക്കും കാണാം. അപ്പോൾ പിന്നെ ആ സൈഡ് ഫുള്ള് റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഞാൻ നടന്നത് ഏതാണ്ട് ആ ഒരു അറ്റത്ത് നിന്ന് ഇപ്പുറത്തെ അറ്റം വരെ നടന്നിങ്ങി എത്തി കേട്ടോ. തറയിലോട്ട് വെക്കുമ്പോൾ നമ്മൾ ഈ കരിമരുന്നുകളൊക്കെ കിടക്കുന്നത് കേട്ടോ. ഫുള്ള് ഇതുപോലെ കറുത്ത് കിടക്കുകയാണ്. അപ്പോൾ ബീച്ചിലൂടെ നടന്ന് കുറേ ദൂരം നടന്ന് ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് അപ്പുറം സൈഡിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ആ സൈഡിലോട്ടൊക്കെ ഒരുപാട് നടക്കാനായിട്ടൊക്കെ ഉണ്ട് അങ്ങോട്ട്. പക്ഷേ നല്ല വെയിലാണ്, നല്ല നട്ടുവെച്ച സമയത്താണ് വന്നത്. അപ്പോൾ വൈകുന്നേരം ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി ഇവിടെയൊക്കെ നടക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഇതിനും കുഴപ്പമില്ല, നമുക്കിവിടെ നടന്ന് കാണാം. ഈ ദിവസങ്ങളിലൊക്കെ നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ബോട്ടുകൾ ഇങ്ങനെ കയറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം മൂടി കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മഴയുടെയൊക്കെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് എല്ലാം ഇതുപോലെ കയറ്റിയിട്ടിരിക്കുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ഇതുപോലെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും കടലിലേക്ക് ഇറങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ബോർഡാണ് കേട്ടോ ഇത്. എങ്കിലും ആ സൈഡിലൊക്കെ ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ നിന്ന് വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കടലിറങ്ങാൻ നല്ല പേടിയാണ് കേട്ടോ. ഈ കൊച്ചു കുട്ടികളൊക്കെ ഒന്ന് കളിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഇറങ്ങാനും തോന്നുന്നുണ്ട്. നമ്മൾ വൈകുന്നേരം ടൈമിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ദുവാ കാണുന്ന ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിൻ്റെ താഴെ കുറച്ച് പാറയുണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ നേരത്തെ ഇറങ്ങാൻ കാരണം തന്നെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മഴ പെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉച്ച സമയത്ത് ഇറങ്ങി കേട്ടോ. കാരണം അത്യാവശ്യം ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സൈഡിൽ ഫുള്ള് ഇതുപോലത്തെ കടലാണ് കേട്ടോ. നമ്മൾ വർക്കല ബീച്ചൊക്കെ കാണുമ്പോഴത്തേക്ക് അതുപോലെയുള്ള സംഭവങ്ങളുണ്ട്. ഇവിടെ ചേട്ടൻ കുറേ പ്രാവിനെ ഈ ഒരു സൈഡിൽ ഫുള്ള് ഇതുപോലത്തെ കടലാണ് കേട്ടോ. തുണിക്കടകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. നമുക്ക് ഈ സൈഡിലായിട്ടാണ് ബീച്ച് വരുന്നത് കേട്ടോ. ബീച്ച് കൂടെ കുറേ നടന്നു, നല്ല വെയിലായിരുന്നു. അങ്ങനെ പിന്നെ ഈ സൈഡിലേക്ക് കയറി കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്ന് ഈ സൈഡിലെ കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ഈ സൈഡിലെ കടകളുടെ ഒക്കെ സൈഡിൻ്റെ കൂടെ ഞാൻ നടന്നു വരിക കേട്ടോ. ഇതിൽ തന്നെ കുറേ ദൂരം നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. വൈകുന്നേരം വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി തണൽ കിട്ടിയാലേ. പക്ഷേ മഴ പെയ്യോ ഇല്ലെന്ന് അറിയാൻ വയ്യ. കാലാവസ്ഥ പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉച്ച സമയത്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ കുറച്ച് അതുവരെ നടന്നിട്ട് ഇനിയിപ്പോൾ തിരിച്ച് കയറി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആ സൈഡിലേക്കൊക്കെ ആൾക്കാർ ഇറക്കുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാർ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകണ കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്ന് ചോദിച്ചു കേട്ടോ, എന്തിൻ്റെ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നിട്ട് അവർ പോയി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നും ഇങ്ങനെ ഈ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ലൈറ്റ് ഹൗസിൻ്റെ മേളിലേക്ക് കയറാമെന്നാണ് നോക്കുന്നത്. കാരണം ഇപ്പം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇപ്പം ഈ വെയിലത്തൊന്നും അതിൻ്റെ മേളിൽ കയറാൻ വയ്യ.
ഇപ്പം സമയം ഏകദേശം ഒരു 2:30 കഴിഞ്ഞു കേട്ടോ. 2:30 കഴിഞ്ഞപ്പോൾ വെയിലിതാ ഇതേപോലെ നിൽക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്തിരി തളര കെട്ടിയാണ്. അപ്പോൾ എന്തായാലും കുറേ നേരം ഇവിടെ നിൽക്കുന്നില്ല. ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിൽ കയറിയിട്ട് നമ്മൾ പോകാനുള്ള പരിപാടിയാണ് നോക്കുന്നത് കേട്ടോ. ഇത് ആ ഒരു സൈഡിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കാണ്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഫുള്ള് വിദേശികളാണ്, നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊന്നും ഇല്ല. ഈ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ സൈഡിൽ കിടക്കുന്നതായി കാണാം. ഫസ്റ്റ് അടിക്കുന്ന വെയിലെ കൊണ്ടിട്ട് വന്ന് കിടക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് ഈ സൈഡിലൂടെ നടന്ന് നേരെ ലൈറ്റ് ഹൗസിലേക്ക് പോകാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദൂരമാണ് നടന്നാൽ മതി. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ കൂടെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് എത്തും കേട്ടോ. ഈ ഒരു സാധനം വന്നിട്ട് നമ്മുടെ സർഫിങ്ങിനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. ഈ സൈഡിൽ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കുളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിനിയിപ്പോൾ നടന്ന് നേരെ പയ്യെ നടന്ന് മുകളിലേക്ക് കയറാം കേട്ടോ. കാരണം ഇപ്പം തന്നെ ഒരുപാട് നടന്ന് ഇവിടെ അമ്മ കുറേ ഫ്രൂട്ട്സ് കൊണ്ട് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ സൈഡിൽ ഫ്രൂട്ട്സൊക്കെ വിൽക്കാനായിട്ടൊക്കെ ഇരിക്കുന്നത്. വരുന്ന വഴിക്ക് കണ്ടേ കേട്ടോ, ഇത് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇരുമ്പ് സ്റ്റെയറായിരുന്നു. അപ്പോൾ അത് ഫുള്ള് തുരുമ്പെടുത്തു കേട്ടോ. ഇതുവഴി ഇങ്ങനെ ഇറങ്ങാത് ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ സൈഡിൽ കുറച്ച് ഈ സർഫിങ്ങിൻ്റെ സാധനങ്ങൾ ഈ സൈഡിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. വരുന്ന വഴിക്കുണ്ട് കേട്ടോ. അതോ ആ സൈഡിൽ നമ്മുടെ ഈ സർഫിങ് ചെയ്യാനുള്ള സാധനം ആ സൈഡിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. 1-2 സ്ഥലത്ത് കണ്ടായിരുന്നു ഒരു പുള്ളിക്കാരൻ നമ്മുടെ. അപ്പോൾ താഴെ ആ സൈഡിൽ ഒരുപാട് കുടകളൊക്കെ നോത്ത് ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, വിദേശികൾക്കൊക്കെ വന്ന് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നടന്ന് നേരെ ആ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോകാം. ലൈറ്റ് ഹൗസിൽ കയറാൻ പറ്റുമെന്ന് അറിയാം. ഈ ടൈമിൽ ഓപ്പൺ ആണെന്നുള്ള അറിയത്തില്ല. ഇവിടെ ഒരു അമ്മ ഇരുന്നിട്ട് ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ അടിപൊളി കേട്ടോ കാണാനൊക്കെ. അതുപോലെ ഒരു സൈഡിൽ വന്നിട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പം നടന്ന് 2 സൈഡും നല്ല കണ്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയി കയറിയിട്ട് ഇത്തിരി വെള്ളം കുടിക്കണം. നടന്ന് നല്ല രീതിയിൽ തളർന്നു. അപ്പോൾ നമുക്ക് ലൈറ്റ് ഹൗസിൽ കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. വരുന്ന വഴിക്കതാ ഇവിടെ ഒരു ആന നിൽപ്പുണ്ട് കേട്ടോ. വൈകുന്നേര സമയത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ കാണുന്ന ബീച്ചാണ്. ഇവിടെ ഇരുന്ന് താഴേക്കുള്ള കാഴ്ചകളെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുക. ഇപ്പം നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് കയറാൻ വേണ്ടി വന്നേന്. ഈ സൈഡിലാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ലഘുഭക്ഷണശാലയുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഒരു പാർക്കാണ് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള. നമുക്ക് ആ സൈഡിലായിട്ടാണ് അവിടെ വിഴിഞ്ഞം പോർട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കേട്ടോ പോർട്ടും കാര്യങ്ങളൊക്കെ ആ സൈഡിലാണ് വരുന്നത്. അപ്പോൾ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. താഴെ ആൾക്കാർ മീൻ പിടിക്കുന്നതാണ്, ചൂണ്ടയിട്ടിട്ട്. അവിടെ 1-2 പേര് നിൽപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോട ബീച്ചിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.